ഹാൽ മലയാളം മൂവി. ഈ സിനിമ ഷെയ്ൻ നിഗമാണ് നായകൻ. അതിനകത്ത് ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ നിഷാന്ത് സാഗർ, പിന്നെ കുറച്ച് അറിയാവുന്ന കുറേ നടന്മാർ ഉണ്ട്. പിന്നെ നായിക അറിയത്തില്ല, പുതുമുഖമാണെന്ന് തോന്നുന്നു. സംവിധായകൻ ഒക്കെ പുതുമുഖമാണ്, തിരക്കഥാകൃത്തും എല്ലാം പുതുമുഖങ്ങളാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. അതായത് ഒരു മുസ്ലിം യുവാവ് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ പ്രണയിക്കുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന ബേസിക് തീം. അങ്ങനെ ഇൻ്റർവെൽ വരെ ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നതും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കേട്ട് വഴകിയ സാധനങ്ങളൊക്കെ തന്നെ. അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു സീനുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പോലീസുകാരെ പറയുന്ന ഡയലോഗുണ്ട്. അത് ഒക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവം ഈ സിനിമയിൽ ഇനി മുന്നോട്ട് കാണുമായിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവർ പ്രണയത്തിലാകുന്നു. അങ്ങനെ പടം ഇൻ്റർവെല്ലാകുന്നു. അന്നേരം നായികയുടെ കല്യാണം റെഡിയാകുന്നു. ഒരു ക്രിസ്ത്യാനി തന്നെ കല്യാണം കഴിക്കാനുള്ള ഇത് വരുന്നു. അപ്പോൾ അങ്ങനെ ഇൻ്റർവെല്ല് എത്തുന്നു. അതിനുശേഷം ഇൻ്റർവെല്ല് കഴിയുമ്പോൾ കല്യാണത്തിന് തൊട്ട് മുമ്പ് രാത്രി ഷെയ്ൻ നിഗം നായികയായിട്ട് കടന്നു കളയും. പിന്നെ ഇവർ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഒളിച്ച് താമസിക്കുന്നു. അവസാനം പിന്നീട് മുന്നോട്ട് ഇങ്ങനെ മതം മാറേണ്ട ഒരവസ്ഥ വരുന്നു. ലവ് ജിഹാദ് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെയാണ് പിന്നെ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഒരു കോടതി ചെല്ലുന്നു. അങ്ങനെ വലിയൊരു ഒരു പിടിച്ചെടുത്തുന്ന സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് ഊഹിക്കാവുന്ന കഥ തന്നെ. അതിങ്ങനെ മുന്നോട്ട് പോയി അവസാനം ക്ലൈമാക്സിലേക്കൊക്കെ എത്തിക്കഴിയുമ്പം വളരെ പ്രഡിക്റ്റബിളായിട്ട് തന്നെ ഈ സിനിമ അവസാനിക്കുകയാണ്. അത് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത ഒരു വട്ടം വേണേൽ കാണാം. അടുപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല. ചെറിയ പടവുമാണ്, 2.5 മണിക്കൂർ എടുത്താണ്ട് ഈ സിനിമയുള്ളൂ. അങ്ങനെ വലിയ ബോറടിയും വലിയ സംഭവങ്ങളോ ട്വിസ്റ്റോ അങ്ങനെ പിടിച്ചിരുത്തുന്ന ഇമോഷണൽ സീനുകളോ ഒന്നും ഇല്ലാതെ ഒരു സിനിമ ചുമ്മാ കാണാം. OTT കണ്ടാലും ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളൂ.